ഹലോ ഫ്രണ്ട്സ്, ഏണസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ PSC യോഗ തീരുമാനത്തിൽ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രകാരം ഈ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഡിസംബർ 30 മുതൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമായിരിക്കും. അപ്പം ഈ പോസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. ബിടെക് ഏത് സ്ട്രീം പൂർത്തിയാക്കിയവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറഞ്ഞൊരു തസ്തികയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷനും അടുത്ത വർഷം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക് ആണ്. അപ്പം ഇതിന്റെ സിലബസ് ഏകദേശം സിമിലർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് പോസ്റ്റിന് വേണ്ടി ഒരുമിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഈ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ബിടെക് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കിട്ടാൻ ഏറ്റവും മികച്ച ഒരു സുവർണാവസരം തന്നെയാണ്. നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ലാസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത് 2015 ഞാൻ ക്വാളിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞതാണ്. ബിടെക് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഏത് സ്ട്രീമിൽ ബിടെക് കംപ്ലീറ്റ് ചെയ്തവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലാതെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ റിസർവേഷൻ കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കാം. 2018 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 38 മാർക്കായിരുന്നു. അതുപോലെ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 46 മാർക്കുമായിരുന്നു. അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് 46 ആയിരുന്നു. ഈ പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ ഉള്ളൊരു പോസ്റ്റാണ്. സോ നിങ്ങളുടെ ഫൈനൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് പ്ലസ് നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടുന്ന മാർക്കായിരിക്കും. അത് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് സിലബസ് ഡീറ്റെയിൽസ് നോക്കാം. സിലബസ് വരുന്നത് നിങ്ങളുടെ എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലുള്ള ബേസിക് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതായത് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അങ്ങനെ ആ എഞ്ചിനീയറിംഗ് സ്ട്രീംസിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ടും വരുന്നത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കോൺക്രീറ്റ് ടെക്നോളജി. ഇതാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നത് തെർമോഡൈനാമിക്സ് ആൻഡ് പവർ സൈക്കിൾസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഓഫ് മെഷീൻസ്, മാനുഫാക്ചറിംഗ് പ്രോസസ്. ഇതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അടുത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ എലിമെൻ്ററി കോൺസെപ്റ്റ്സ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്സ്, 3 phase സിസ്റ്റംസ്, ജനറേഷൻ ഓഫ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രിക്കൽ മെഷീൻസ്, താരിഫ് ആൻഡ് വയറിംഗ് സിസ്റ്റംസ്. ഇതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതുപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. PN ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ആംപ്ലിഫയേഴ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് AM ആൻഡ് FM ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഡേറ്റ റെപ്രസെൻറ്റേഷൻ, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ, അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരുന്നത്. അതുപോലെ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ്. ഇത്രയാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അടുത്ത കെമിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് വരുന്നത് ഫ്ലൂയിഡ് സോളിഡ് സിസ്റ്റം ആൻഡ് പാർട്ടിക്കിൾ ടെക്നോളജി, വാട്ടർ എഞ്ചിനീയറിംഗ്, പാർട്ടിക്കിൾ ടെക്നോളജി. ഇതാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അടുത്ത അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് ക്രോപ്പ് മാനേജ്മെൻറ്റ് പ്രാക്ടിക്കൽസ്, ഹാർവസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ് ഹാർവസ്റ്റ് എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ മെഷീൻസ് ആൻഡ് ഓപ്പറേഷൻസ്. ഇതാണ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ്. അതുപോലെ മാനേജ്മെൻറ്റ് നമ്മൾ ബിടെക് ലെവലിൽ പഠിക്കുന്നതാണ്. മാനേജ്മെൻറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ, പിന്നെ സ്റ്റാർട്ടപ്പ് കമ്പനീസ്, കമ്മ്യൂണിക്കേഷൻ. ഇത്രയാണ് മാനേജ്മെൻറ്റ് ഏരിയയിൽ വരുന്ന പോർഷൻസ്. സിലബസ് നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടതെങ്കിലും ഇപ്പോൾ പലർക്കും പല ടോപ്പിക്സും, അതായത് ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ പല കാര്യങ്ങളും റീഫ്രഷ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ബേസിക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും റീഫ്രഷ് ചെയ്തതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ സിലബസ് വ്യക്തമായൊരു സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഈ പറഞ്ഞ ഓരോ സ്ട്രീമിലും വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയുള്ള ഒരു പഠനമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് ഇവിടെയൊക്കെ കുറച്ചും കൂടി നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതാണ്. കാരണം ഇതിൻ്റെയൊക്കെ ടച്ച് പലർക്കും വിട്ടുപോയിട്ടുണ്ടാവും. അതുപോലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ അതിനകത്ത് കുറേ പുതിയ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചാൽ മാത്രമേ ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്ത വർഷം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ സിലബസ്
ഏകദേശം ഇതേ സിലബസ് തന്നെയാണ്, ഏകദേശം വലിയ മാറ്റമൊന്നുമില്ല, ഏകദേശം 95% ഇതേ സിലബസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരൊറ്റ പഠനത്തിലൂടെ തന്നെ ഈ 2 പോസ്റ്റിന് വേണ്ടിയിട്ടും പഠിക്കാവുന്നതാണ്. കാരണം അതിന് ധാരാളം വേക്കൻസീസ് ഒക്കെ വരുന്നതാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് വേണ്ടി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ, വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയ ശേഷം മാത്രമേ ഇത് പഠനത്തിലോട്ട് കടക്കാവുള്ളൂ. അതുപോലെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 30 വരുന്നത്. അപ്പം അധികം നാളുകളൊന്നും എക്സാമിന് കാണില്ല. നമുക്കറിയാം PSCയുടെ പുതിയ ഒരു പാറ്റേൺ അനുസരിച്ച് 6 മുതൽ 7 മാസത്തിനുള്ളിൽ തന്നെ എക്സാം വരാം. അപ്പം സിലബസ് നോക്കുമ്പോൾ, നമ്മുടെ കണ്ടന്റ്സ് നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു റീഫ്രഷ്മെന്റ് അത്യാവശ്യമാണ്. കാരണം പല ബ്രാഞ്ച്, ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകാർക്ക് എന്തായാലും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലെ കുറേ കാര്യങ്ങൾ റീഫ്രഷ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു ചിട്ടയായ പഠനം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ ഏണസ് അക്കാദമിയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതാണ്. ഏവർക്കും വിജയാശംസകൾ.